നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ തിളങ്ങി നിന്നിരുന്ന താരമാണ് ശ്രീവിദ്യ. വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് ശ്രീവിദ്യയുടേത്. നായികയായിട്ടും അവസാന കാലഘട്ടത്തിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെയും ശ്രീവിദ്യ സജീവമായിരുന്നു. അവസാന നാളുകളിൽ സീരിയലിലാണ് അഭിനയിച്ചതെങ്കിലും അവ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരകളായിരുന്നു. ഇപ്പോഴത്തെ കേരള ഗതാഗത മന്ത്രിയും നടനുമായ KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വിജയലക്ഷ്മി ഗണേഷിനെതിരെ സംസാരിക്കുന്നത്. ശ്രീവിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി ഗണേഷിനാണെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾക്ക് എന്തു സംഭവിച്ചു എന്ന് അറിയില്ലെന്നും വിജയലക്ഷ്മി പറഞ്ഞു. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയയായ വേളയിൽ ശ്രീവിദ്യ പവർ ഓഫ് അറ്റോർണിയായി ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തുന്ന വിൽപത്രം തയ്യാറാക്കിയെന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ശ്രീവിദ്യയുടെ നിരവധി സ്വത്തുക്കൾ വിൽപത്രത്തിലില്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്ന വിൽപത്രത്തിലെ പ്രധാന നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ല. 15 ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും 580 ഗ്രാം സ്വർണവും 1.5 കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സമ്പാദ്യങ്ങൾ ഉള്ളതായി വിൽപത്രത്തിലുണ്ട്. ഇതിനെല്ലാം എന്തു സംഭവിച്ചു എന്ന് അറിയില്ല. ശ്രീവിദ്യയുടെ നിരവധി സ്വത്ത് വകകൾ വിൽപത്രത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. 2 ജോലിക്കാർക്ക് ഓരോ ₹1,00,000 വീതവും സഹോദര പുത്രന്മാർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകണമെന്നും നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ശ്രീവിദ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ട്രസ്റ്റ്. ചികിത്സയുടെ വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ച ഗണേഷ് വക്കീൽ നോട്ടീസ് അയച്ചതിനു ശേഷമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയത്. സ്വത്തുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 2012 ശ്രീവിദ്യയുടെ ബന്ധുക്കൾ KB ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. നൃത്തരംഗത്ത് മികവ് കാട്ടുന്നവർക്കായി കലാക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും 6 വർഷമായിട്ടും നടപടിയില്ല. സഹോദരന്റെ മക്കൾക്കായി വകയിരുത്തിയ 10 ലക്ഷം രൂപയും നൽകിയിട്ടില്ല. തുടർന്ന് സഹോദരൻ 2015 മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. വീട്, കാർ, സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലെ സ്വത്ത്, LIC പോളിസികൾ എന്നിവയാണ് ഗണേഷ് കൈക്കലാക്കിയത്. ശ്രീവിദ്യയുടെ യഥാർത്ഥ വിൽപത്ര പ്രകാരം കൂടുതൽ സ്വത്ത് കാണേണ്ടതാണ്. ചെന്നൈ മഹാബലിപുരത്തെ വീട് വലിയ തുകയ്ക്ക് വിറ്റതിനു ശേഷം പലയിടങ്ങളിൽ അവർ നിക്ഷേപം നടത്തിയിരുന്നു. ഒരേ ഒരു സഹോദരൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഗണേഷ് കുമാർ തങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ 2006 ഓഗസ്റ്റ് 17 ശ്രീവിദ്യ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലാണ് മരണാനന്തരം നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉള്ളത്. ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകണം, സംഗീതം നൃത്ത സ്കൂൾ തുടങ്ങണം, സ്വത്തിന്റെ ഒരു വിഹിതം സഹോദരന്റെ 2 ആൺമക്കൾക്കും നൽകണം എന്നീ കാര്യങ്ങളാണ് വിൽപത്രത്തിലുള്ളത്. വിൽപത്ര പ്രകാരം നടപ്പാക്കേണ്ട ചുമതല KB ഗണേഷ് കുമാറിനാണ്. എന്നാൽ വിൽപത്രം ഗണേഷ് പാടെ അട്ടിമറിച്ചതായി ശങ്കരരാമൻ ആരോപിച്ചു. അതേസമയം MLA എന്ന നിലയിലല്ല, വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപത്രം തന്റെ പേരിൽ എഴുതി വെച്ചതെന്നും ശ്രീവിദ്യയുടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നികുതി വകുപ്പിന്റെ കയ്യിലാണെന്നും ലോകായുക്തയിൽ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.